ഒരു മന്ത്രവാദിക്ക് രൂപം മാറാനായിട്ടുള്ള കഴിവുണ്ട്. ഏത് രൂപത്തിൽ വേണമെങ്കിലും ആവാം. മനുഷ്യരൂപത്തിലാവാം, മൃഗങ്ങളുടെ രൂപത്തിലാവാം. അവർക്കൊരു കുട്ടീനെ കിട്ടുകയാണ്. ആ കുട്ടിക്കും ഇതുപോലെ രൂപം മാറാനുള്ള കഴിവ് ലഭിക്കും. എന്നാൽ ആ മന്ത്രവാദിക്ക് ഈ കുട്ടീനെ വേണ്ട. എനിക്ക് നിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ മന്ത്രവാദി കുട്ടീനെ കളഞ്ഞിട്ട് പോകും. ഈ കുട്ടിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, പെരുമാറാൻ അറിയത്തില്ല, എങ്ങനെ ജീവിക്കണമെന്ന് അറിയത്തില്ല. എന്നാൽ ഈ കുട്ടി ഓരോ സ്ഥലത്ത് പോയി രൂപം മാറും. ഈ രൂപം മാറുന്നതിന് ഒരു പ്രശ്നമുണ്ട്. ഒരാളെ കൊന്നതിന് ശേഷം മാത്രമേ ആ രൂപത്തിലോട്ട് മാറാനായിട്ട് കഴിയത്തുള്ളൂ. അവരുടെ അവയവങ്ങളൊക്കെ എടുത്തതിന് ശേഷം. അങ്ങനെ ഈ കുട്ടി പോയി കുറെ ആൾക്കാരെ കൊന്ന് അവരുടെ രൂപത്തിലായി ജീവിക്കും. ഇതിന് ഓരോ എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടുകയാണ്. ആ ഒരു കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. 2022 പുറത്തിറങ്ങിയ യു വോണ്ട് ബി എലോൺ എന്ന മൂവിയാണ്. കഥയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്ത ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്താൽ അത്ര ഉപയോഗമായിരിക്കും. എന്നാ പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോയാലോ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു അമ്മയും കുഞ്ഞിനെയാണ്. ആ അമ്മയാണെങ്കിൽ വീട്ടുജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ആ കുഞ്ഞിനെ നോക്കാൻ അമ്മയല്ലാതെ വേറെ ആരുമില്ല. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ കുഞ്ഞിനെ നോക്കുന്നത്. കുഞ്ഞ് നല്ല രീതിയിൽ കരയുന്നുണ്ട്. അതിന്റെ ഇടയിൽ തന്നെ വേറെ കുറച്ച് കുട്ടികൾ ആ വീട്ടിൽ വന്ന് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിച്ചു കളിക്കുന്നതാണ്. എവരുടെ ശബ്ദം കൂടെ കേട്ടിട്ടാണ് ഈ കുട്ടി ഇങ്ങനെ കിടന്ന് കരയുന്നത്. അമ്മയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നിട്ട് ആ കുട്ടികളൊക്കെ അവിടെ നിന്ന് അടിച്ചോട്ടിക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും വന്ന് ജോലി ചെയ്യാണ്. കുട്ടീനെ അവിടെ കിടത്തിയതിനു ശേഷം ഈ കുട്ടി നല്ല രീതിയിൽ കരയുന്നുണ്ട്. ജോലി ചെയ്യുന്ന സമയം പെട്ടെന്ന് തന്നെ ഈ കുട്ടിയുടെ കരച്ചിൽ നിൽക്കുകയാണ്. എന്താണെന്ന് അറിയത്തില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വികൃത രൂപമുള്ള ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നു. ഇത് കണ്ട് അമ്മ ആകെ പേടിച്ചു പോവാണ്. അവിടെ മുട്ടുകുത്തി ഇരുന്നിട്ട് എന്റെ കുട്ടീനെ ഒന്നും ചെയ്യല്ലേ, ഞാൻ നിങ്ങൾക്ക് എന്റെ കുട്ടീനെ തരാമെന്ന് പറഞ്ഞായിരുന്നു, എന്നാൽ കുറച്ചുകൂടെ സമയം കഴിഞ്ഞ് ഞാൻ തരാം, എന്റെ കുട്ടിക്ക് 16 വയസ്സാകുമ്പോൾ തരാമെന്ന് പറയുമ്പോൾ ആ ഒരു സ്ത്രീ കേൾക്കുന്നില്ല. എന്തോ ഒരു ദുർമന്ത്രവാദത്തിൽ കൂടെ ഉണ്ടാക്കിയ ഒരു കുട്ടിയാണ്. ഈ ഒരു സ്ത്രീക്ക് കുട്ടി ലഭിക്കത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ജനിക്കത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പൊ ജനിച്ചിട്ടുണ്ട്. അതിന് ഈ ഒരു മന്ത്രവാദിയാണ് കർമ്മങ്ങൾ ചെയ്തു കൊടുത്തത്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഈ ജനിക്കുന്ന കുട്ടീനെ ആ മന്ത്രവാദിക്ക് കൊടുക്കണമെന്ന്. ഇപ്പൊ ഈ സ്ത്രീ കിടന്ന് കാല് പിടിക്കുകയാണ്. ആര്? അമ്മ കിടന്ന് കാല് പിടിക്കുകയാണ് മന്ത്രവാദിയോട്. ദൈവം എന്റെ കുട്ടീനെ ഒന്നും ചെയ്യല്ലേ, ഒരു 16 വയസ്സ് വരെ എനിക്ക് തന്നൂടെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരാമെന്ന് പറയുമ്പോൾ ആ സ്ത്രീക്ക് ചെറിയൊരു എന്തോ പോലെ തോന്നുകയാണ്. ആ കുട്ടിയുടെ വായിൽ കൈയിട്ടിട്ട് അതിന്റെ വോക്കൽ കോഡ് നശിപ്പിച്ച് കളയാണ്. ഈ വോക്കൽ കോഡ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ഒരു അവയവമാണ്. നമ്മുടെ ശബ്ദം പുറത്തു വരുന്ന ഒരു അവയവം. അത് പൊട്ടിച്ച് കളയാണ്. ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന കുട്ടിയാണെങ്കിൽ കരച്ചിൽ നിർത്തും. അതിന് കരയാനായിട്ടുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയി. ശബ്ദം ഉണ്ടാക്കാനായിട്ടുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയി. അതൊരു ഊമയായി മാറി. ഇത് കാണുന്ന അമ്മയ്ക്കാണെങ്കിൽ ആകെ സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ വന്നിട്ട് ആ കുട്ടിയുടെ അടുത്ത് വന്ന് കുട്ടീനെ എടുക്കുകയാണ്. മറ്റേ മന്ത്രവാദിയായിട്ടുള്ള സ്ത്രീ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ഒരു മന്ത്രവാദിക്ക് എന്താണ് ഇങ്ങനത്തെ ഒരു വികൃത രൂപമെന്ന് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അതുപോലെ മറ്റേ മന്ത്രവാദി പോയിക്കുന്നത് മറ്റൊന്നിനുമല്ല, 16 വർഷത്തിന് ശേഷം ഈ കുട്ടി വളർന്നതിന് ശേഷം വരും ഈ കുട്ടീനെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട്. കുട്ടീനെ എടുത്തോണ്ട് പോകും എന്നുള്ള ഒരു അടയാളത്തിലാണ് അതിന്റെ വോക്കൽ കോഡ് നശിപ്പിച്ച് കളഞ്ഞത്, അതിന്റെ കഴുത്തിന്റെ ഭാഗം നശിപ്പിച്ച് കളഞ്ഞത്. ഇപ്പൊ ഈ അമ്മയാണെങ്കിൽ ആരും അറിയാതെ ആ കുട്ടീനെ എടുത്ത് കാട്ടിലുള്ള ഒരു ഗുഹയിൽ വരുന്നുണ്ട്. അത്യാവശ്യം ഡോറൊക്കെ ഉള്ള ഒരു ഗുഹ. അവരാരോ പണിഞ്ഞു വെച്ചാണ്. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒളിപ്പിക്കാനായിട്ടൊക്കെ കഴിയും. അവിടെ കൊണ്ടുവന്ന് ഈ കുട്ടീനെ ഒളിപ്പിച്ചു വയ്ക്കുകയാണ്. എന്നിട്ട് ഗ്രാമത്തിൽ തിരിച്ചു വന്നിട്ട് അവിടെ കിടന്ന് നിലവിളിക്കാനായിട്ട് തുടങ്ങും. എന്റെ കുട്ടീനെ കുറുനരി പിടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ മുമ്പിൽ തെളിയിക്കണം ഈ കുട്ടീനെ കുറുനരി കൊണ്ടുപോയി അവർക്ക് കുട്ടിയില്ലാന്ന്. ആ മന്ത്രവാദിയും ഇത് വിശ്വസിക്കുമല്ലോ. എന്നാൽ ഈ മന്ത്രവാദി ആയതുകൊണ്ട് തന്നെ മന്ത്രവാദിക്ക് അറിയാം ഈ കുട്ടി എവിടെ കാണുമെന്ന്. അതല്ല ഈ അമ്മ ഈ കുട്ടീനെ കൊണ്ടുവച്ച നേരത്തെ ഈ മന്ത്രവാദി ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മന്ത്രവാദിനെ പറ്റിക്കാനായിട്ട് കഴിയത്തില്ല. കട്ട് ചെയ്താൽ 16 വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട ആ കുട്ടിയില്ലേ, ആ കുട്ടി വളർന്നു വലുതായിട്ടുണ്ട്. അത് ഗുഹയിലാണ് താമസിക്കുന്നത്. അതിന് നല്ല രീതിയിൽ ബോറടിക്കുന്നുണ്ട്. ആ ഗുഹയുടെ മണ്ടയിൽ തന്നെ, അതായത് മുകളിൽ തന്നെ ചെറിയൊരു ദൂരമുണ്ട്. ആ ദൂരം വഴി പുറം ആകാശം കാണാനായിട്ട് കഴിയും. എന്നാൽ പുറത്ത് എന്താണെന്ന് ആ കുട്ടിക്ക് അറിയത്തില്ല. അതിന് പുറത്ത് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ സമയം കളയാണ്. അതിനെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഉറങ്ങിപ്പോകുമ്പോൾ അമ്മ അങ്ങോട്ട് വരും. അമ്മ കുട്ടീനെ ഇവിടെ ഒളിപ്പിച്ചെങ്കിലും ഫുഡൊക്കെ കൊണ്ട് കുട്ടീനെ കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും. അമ്മ കാണാൻ വന്ന് കുട്ടിയോട് നല്ല സ്നേഹത്തിൽ പെരുമാറി അതിന്റെ മുടിയൊക്കെ ചീവി കൊടുത്ത് അതിന് കഴിക്കാനായിട്ട് ഫുഡൊക്കെ കൊടുക്കും. ഈ കുട്ടിയാണെങ്കിൽ എനിക്ക് പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ട്, അതായത് ആ ഒരു ആംഗ്യം കാണിച്ചിട്ട്, അതിന് സംസാരിക്കാനായിട്ടുള്ള കഴിവില്ല, ആ ഒരു ആംഗ്യം കാണിച്ചിട്ട് അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിപ്പോകാനായിട്ട് തുടങ്ങും. എന്നാൽ ഈ അമ്മയാണെങ്കിൽ കുട്ടിയുടെ മുഖത്ത് കയറി പിടിച്ചിട്ട്, നിന്നെ ഞാൻ ഇത്രയും പൊന്നുപോലെ നോക്കിയത് ആ ഒരു മന്ത്രവാദിക്ക് കൊണ്ടുപോയി തിന്നാനല്ല, നിന്നെ വിട്ടുകൊടുക്കാനല്ല, നിന്നെ സുരക്ഷിതമായിട്ട് വെക്കാനാണ്. എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിച്ച ആ കുട്ടിയുടെ ദേഹത്തിട്ട് അടിക്കുകയാണ്. അതിനെ ഉപദ്രവിക്കുകയാണ്. ആ അമ്മ ദേഷ്യം കൊണ്ട് ചെയ്യുന്നതല്ല, പേടി കൊണ്ട് സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ്. ആ കുട്ടിയെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു പേടി കാരണം. പിന്നീട് അമ്മ പോയതിനു ശേഷം വീണ്ടും കുട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാണ്. കരിയിലയിൽ പോയി കരിയില വാരി അങ്ങനെ എറിഞ്ഞ് കളിക്കുക, വെറുതെ വന്ന് കിടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇതിന് സംസാരിക്കാനും പെരുമാറാനും അറിയത്തില്ല. ഒരു മൃഗമായിട്ടാണ് ആ അമ്മ ഈ കുട്ടീനെ വളർത്തി വെച്ചേക്കുന്നത്. അങ്ങനെ അവള് ഗുഹയിൽ നിന്ന് കളിക്കുമ്പോൾ പെട്ടെന്നൊരു പരുന്ത് ആ ഒരു ഗുഹയിലോട്ട് വരികയാണ്. ആ പരുന്ത് വന്ന് ഈ കുട്ടീനെ അങ്ങനെ നോക്കിയിരിക്കും. ഇത് കണ്ട് അത്ഭുതപ്പെട്ട കുട്ടിയാണെങ്കിൽ ആ പരുന്തിനെ തൊടാനായിട്ട് അടുത്തോട്ട് ചെല്ലുകയാണ്. എന്നാൽ ആ പരുന്തിനെ തൊടാനായിട്ട് കഴിഞ്ഞില്ല. ആ പരുന്ത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പറന്ന് മാറിപ്പോവും. ആ ഗുഹയുടെ ഉള്ളിൽ തന്നെ കിടന്ന് പറക്കാനായിട്ട് തുടങ്ങുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അമ്മ ആ ഗുഹയിലോട്ട് വരും. അമ്മ വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ആ പരുന്ത് അവിടെ ഇരിക്കുന്നു. അത് കാണുമ്പോൾ ഇവർക്ക് ആകെ ടെൻഷനാവും. ആ പരുന്തിനെ ചീത്ത പറഞ്ഞ് ഓട്ടിക്കാനായിട്ട് ശ്രമിക്കും. കുറെ കല്ലും വാരി എറിയുന്നുണ്ട്. എന്നാൽ ആ പരുന്ത് പറന്ന് മാറി
പോയെങ്കിലും അതിനെ വിടാതെ അതിന്റെ പിന്നാലെ ചെന്നിട്ട് അതിനെ കല്ല് വാരി എറിഞ്ഞ് ഓട്ടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഈ അമ്മ. കുട്ടിക്ക് എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് കുട്ടിക്ക് അന്നാന്ന് പേരിടാം. അന്ന ഇതൊക്കെ കണ്ട് ആകെ എന്താന്ന് പോലും അറിയാതെ നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അമ്മ അങ്ങോട്ട് വരും. നീ പരുന്തുമായിട്ട് കളിക്കുന്നോ? ഈ പരുന്ത് എന്താണെന്ന് നിനക്ക് അറിയാമോ? അതൊരു മന്ത്രവാദിയാ, അത് നിന്നെ കൊണ്ടുപോകും. എന്നിട്ട് നീ അതുമായിട്ട് കളിക്കാൻ നിൽക്കുന്നു എന്ന് ചോദിച്ച് ആ കുട്ടീനെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കും. അന്നേനെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കും. വലിയ അടിയൊന്നുമല്ല, അമ്മമാര് കുട്ടികളെ അടിക്കുന്നത് പോലെ അടിക്കുകയാണ്. നിനക്ക് പുറം ലോകത്ത് പോകണമെന്ന് നല്ല ആഗ്രഹമല്ലേ, എന്റെ കൂടെ വാന്ന് പറഞ്ഞ് അന്നേനെയും വിളിച്ച് പുറത്തോട്ട് പോവുകയാണ്. അന്നേനെ പുറം ലോകം കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അന്ന ആദ്യമായിട്ട് പുറം ലോകം കാണുന്നത് കൊണ്ട് തന്നെ അവളുടെ കണ്ണ് പുറം ലോകമായിട്ട് അഡ്ജസ്റ്റ് ആവുന്നില്ല. ഒരുപാട് പ്രകാശം ഉള്ളതുപോലെ അവളുടെ കണ്ണ് ഒരുപാട് വേദനിക്കുകയാണ്. കുറെ നേരം കഴിയുമ്പോഴായിരിക്കും അവൾക്ക് പുറം ലോകത്തുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കഴിയുക. കാരണം കുറെ നാൾ ഇരുട്ടത്ത്, ആ ഗുഹയിൽ ഇരുട്ടത്ത് കിടന്നതാണ്. എന്നാൽ ഇപ്പൊ പുറത്തോട്ട് വന്നപ്പോൾ ഒരുപാട് പ്രകാശമാണ്. അങ്ങനെ പതിയെ പതിയെ അവള് പുറം ലോകം കാണാനായിട്ട് തുടങ്ങും. അങ്ങനെ അമ്മ അവളെയും വിളിച്ച് അമ്മയുടെ വീട്ടിൽ വരും. അമ്മ താമസിക്കുന്ന ഒരു വീട്ടിൽ ആരും അറിയാതെ കുറച്ച് സ്ഥലത്ത് ഒളിച്ചൊക്കെയാണ് ഇവർ താമസിക്കുന്നത്. അവിടെ തന്നെ ഇവർക്ക് വളർത്താനായിട്ട് കുറെ അധികം മൃഗങ്ങളും ഉണ്ട്. അന്ന ആദ്യമായിട്ടാണല്ലോ ഈ മൃഗങ്ങളെയൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ കാണാനായിട്ട് അതിന്റെ അടുത്തോട്ട് ചെല്ലും. ഈ അമ്മയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുമ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരു കാര്യം പറ്റുന്നുണ്ട്, പക്ഷെ നമ്മളെ കാണിക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ദേഹത്തെല്ലാം കുറെ അധികം രക്തമായിട്ട് അമ്മ ഇവളുടെ അടുത്തോട്ട് വരും. ഇവളുടെ കഴുത്ത് നോക്കി ഒറ്റ പിടിയലാണ്. എന്നിട്ട് കഴുത്തിലോട്ട് ഒറ്റ തുപ്പും. അത് രക്തമാണ് തുപ്പുന്നത്. ഇത് തുപ്പുമ്പോൾ അവളുടെ കഴുത്തിൽ പ്രത്യേകതരം ഒരു സിമ്പൽ വരികയാണ്. എന്തോ ഒരു മുറിവ്, പക്ഷെ അത് പ്രത്യേകതരം ഒരു സിമ്പലാണ്. അതുകൊണ്ട് ഉപയോഗമുണ്ട്. അന്നയ്ക്ക് ആ മുറിവുണ്ടായിട്ട് വേദനിക്കുന്നൊന്നുമില്ല. അതെന്തോ ഒരു തരം മന്ത്രവാദമാണ്. ഇതിനുശേഷം അമ്മ അവളെ വിളിച്ച് പുറത്തോട്ട് വരും. പുറത്ത് വരുമ്പോഴും അവളുടെ ആ ഒരു നെഞ്ചിന്റെ ഭാഗത്ത്, കഴുത്തിന്റെ താഴെയായിട്ട് ആ ഒരു അടയാളം കിടപ്പുണ്ട്. ഈ അമ്മയാണെങ്കിൽ ഒരു വിറക് കത്തിച്ച് അതിനകത്ത് തീ കായിഞ്ഞു കൊടുക്കുകയാണ്. അതിനകത്തോട് തീ കാണിച്ചു കൊടുക്കുകയാണ്. ഈ തീ അതിനകത്ത് തട്ടുന്ന സമയത്ത് അതങ്ങ് മാഞ്ഞു പോകും. അതങ്ങ് പുറത്തു പോവുകയാണ്. പിന്നീട് ഈ അമ്മയാണെങ്കിൽ അന്നേനെ മൈൻഡ് ചെയ്യാതെ ദൂരോട്ട് നടന്നു പോകും. നടന്നു പോകുന്ന സമയത്ത് തന്നെ ഇവരുടെ ശരീരത്തിന്റെ അകത്തുനിന്ന് ഇവർ കുറെ അധികം മനുഷ്യന്റെ അവയവങ്ങൾ എടുത്ത് പുറത്തോട്ടിടും. ഈ അവയവങ്ങൾ, അതായത് കുടൽമാല, ഹൃദയം, ലങ്സ്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ, ഇതെല്ലാം കൂടെ എടുത്ത് പുറത്തോട്ടിടുമ്പോൾ അവരുടെ രൂപം മാറാണ്. നമ്മൾ ആദ്യമായിട്ട് ഒരു സ്ത്രീ കണ്ടില്ലേ, ഒരു മന്ത്രവാദി സ്ത്രീ, ആ സ്ത്രീയുടെ രൂപത്തിലോട്ടാവും. എന്താണ് നടക്കുന്നതെന്ന് അറിയത്തില്ലല്ലേ? കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എന്താണ് നടക്കുന്നതെന്ന്. പിന്നെ അന്നയുടെ നഖങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ നഖങ്ങൾ നേരത്തെ അവൾക്ക് ഇത്രയും വലുതല്ലായിരുന്നു, ഇപ്പൊ പ്രത്യേകതരം നഖങ്ങളായിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ആ മന്ത്രവാദി സ്ത്രീ അവളുടെ ദേഹത്ത് തുപ്പിയിലായിരുന്നു രക്തം. അതിനുശേഷമാണ് ഇതെല്ലാം സംഭവിക്കാനായിട്ട് തുടങ്ങിയത്. അവരെന്തോ ഒരു മന്ത്രവാദം അന്നയുടെ ദേഹത്ത് ചെയ്തിട്ടുണ്ട്. പിന്നീട് അന്നയും കൊണ്ട് ആ സ്ത്രീ കാട്ടിലോട്ട് പോവാണ്, കാട്ടിൽ താമസിക്കാനായിട്ട്. ഈ സ്ത്രീ ആണെങ്കിൽ അന്നേനെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവളുടെ ദേഹത്തൊക്കെ പിടിച്ച് തലോടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അന്നയ്ക്ക് ഇവരെ ഇഷ്ടമാവുന്നില്ല. അതുകൊണ്ട് തന്നെ കൈയൊക്കെ തട്ടി മാറ്റുമ്പോൾ ഇവളെ തിരിച്ച് ഉപദ്രവിച്ച് താഴെ തള്ളിയിടുന്നുണ്ട്. അന്നത്തെ രാത്രി അവരെങ്ങനെയെങ്കിലുമൊക്കെ കിടന്നുറങ്ങുന്നുണ്ട്. അന്നയ്ക്ക് ഉറക്കമൊന്നും വരുന്നില്ല. അവൾ ആദ്യമായിട്ട് പുറം ലോകത്ത് ഇറങ്ങിയത് കൊണ്ട് തന്നെ ആ ഒരു സന്തോഷത്തിലിരിക്കുകയാണ്. പിറ്റേന്നാകുമ്പോൾ ഈ ഒരു സ്ത്രീ ഒരു അണ്ണാനെ കൊന്നിട്ട് അതിന്റെ ചോര കുടിക്കുന്നുണ്ട്. അന്നയ്ക്കൂടെ കൊടുക്കുമ്പോൾ അന്നയ്ക്ക് വേണ്ട. അന്ന ആദ്യമായിട്ടാണ് മൃഗങ്ങളുടെ ചോരയൊക്കെ കുടിക്കുന്നത്. അവൾ ആദ്യം ഒന്ന് രുചിച്ച് നോക്കിയിട്ട് തുപ്പിക്കളയാണ്. അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇത് കാണുമ്പോൾ മന്ത്രവാദിക്ക് ദേഷ്യം വന്നിട്ട് അവളുടെ തല പിടിച്ച് ആ അണ്ണാന്റെ രക്തത്തിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അവൾ കുറച്ചധികം കഷ്ടപ്പെടുന്നുണ്ട് അത് കുടിക്കാനായിട്ട്. എന്നാൽ കുടിച്ചു തുടങ്ങുമ്പോൾ അവൾ നല്ല ടേസ്റ്റോട് കൂടി അത് കുടിക്കുന്നുണ്ട്. അങ്ങനെ അണ്ണാനെയൊക്കെ കൊന്നു തിന്നതിന് ശേഷം അന്നത്തെ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ചുമ്മാ എങ്ങോട്ടോ യാത്ര പോവുകയാണ് ഇവർ രണ്ടുപേരും കൂടെ. അന്നയ്ക്ക് സംഭവങ്ങളൊന്നും അറിയത്തില്ല. എന്നാൽ ആ സ്ത്രീയല്ലേ കൂടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സ്ത്രീയുടെ കൂടെ അങ്ങ് പോകും. അന്നയാണെങ്കിൽ മിന്നാമിനിങ്ങിനെയൊക്കെ കാണുമ്പോൾ അതിന്റെ പിന്നാലെ അങ്ങനെ പോകും. എന്നാൽ ലേഡിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവരെന്തോ പോലാണ് ഇരിക്കുന്നത്. അവർ മിന്നാമിനിങ്ങിനെ കളിപ്പിക്കാനായിട്ട് നോക്കുമ്പോൾ അവർക്ക് അന്നയ്ക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം കിട്ടുന്നില്ല. അവർക്ക് മനസ്സിലാവുന്നില്ല അന്ന എന്തുകൊണ്ടാണ് ഇത്രയധികം സന്തോഷപ്പെടുന്നതെന്ന്. അതുപോലെ അന്നയുടെ പെരുമാറ്റത്തിൽ ഈ ഒരു മന്ത്രവാദിക്ക് അത്രയധികം ഇഷ്ടമൊന്നും ആവുന്നില്ല. അന്ന വലിയൊരു മന്ത്രവാദി ആവേണ്ടയാണ്. എന്നാൽ മന്ത്രവാദി വിചാരിക്കുന്നത് പോലെ അവൾ ആവുന്നില്ല. സാധാരണ മന്ത്രവാദിമാര് ഈ അണ്ണാനെയൊക്കെ കൊന്ന് ചോര കുടിക്കും. എന്നാൽ അന്നയ്ക്ക് അതൊന്നും ഇഷ്ടമല്ല. അവൾക്ക് അതൊക്കെ വെറുപ്പാണ്. അതുകൊണ്ടാണ് ഈ മന്ത്രവാദി അന്നേനെ ചെറുതായിട്ട് വെറുക്കുന്നത്. പിന്നീട് അന്ന ആ കാട്ടിൽ കൂടെ അങ്ങനെ നടന്നു പോവാണ്. ഇവളെ കാണാനായിട്ട് ഒരാൾ വരുന്നുണ്ട്. ആ വഴിയിൽ കൂടെ നടന്നു പോയ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ അന്നേനെ കണ്ടറിനെ അടുത്തോട്ട് വരും. അതും ദുരുദ്ദേശത്തോടു കൂടി അവളുടെ അടുത്ത് വന്ന് അവളെ ചുംബിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അന്നയ്ക്ക് എന്താ സംഭവം എന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആകെ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ പിറകിൽ നിന്നൊരു വിളി കേൾക്കാം. എന്താ മോനെ, നിനക്ക് അവളെ മാത്രം മതിയോ, എന്നെ വേണ്ടേന്ന് ചോദിച്ചിട്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ മന്ത്രവാദി തന്നെയാണ്. ഈ ഒരു മനുഷ്യൻ മന്ത്രവാദിനെ കാണുമ്പോൾ മന്ത്രവാദിനെ ഉപദ്രവിക്കാനായിട്ട് അടുത്തോട്ട് ചെല്ലുകയാണ്. എന്നാൽ മന്ത്രവാദിയുടെ നഖത്തിനൊക്കെ നല്ല മൂർച്ചയാണ്. ആ നഖം വെച്ച് അയാളെ കുത്തി കുത്തി കൊന്നു കളയും. അവിടെ ഇട്ടതിന് ശേഷം അന്നയുടെ അടുത്ത് വന്ന്, നിനക്ക് അറിയാമോ ഇയാൾ എന്തിനാ നിന്റെ അടുത്ത് വന്നതെന്ന്? നിന്നെ ഉപദ്രവിക്കാനായിട്ട് വന്നതാണ്, നിന്നെ പീഡിപ്പിക്കാനായിട്ടാണ്. എന്നിട്ട് നീ ഇയാൾക്ക് നിന്ന് കൊടുക്കുന്നു എന്ന് ചോദിച്ച് അന്നേനിട്ട് അടിക്കാനായിട്ട് തുടങ്ങും. അന്നയ്ക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല, ഈ ഒരു മന്ത്രവാദി അന്നേനെ ഉപദ്രവിക്കുന്നത്. എന്നാലും അന്ന നിന്ന് കൊള്ളുന്നുണ്ട് ഈ അടിയൊക്കെ. പിന്നീട് അന്നയും വിളിച്ചുകൊണ്ട് ഈ മന്ത്രവാദി ഒരു തോട്ടിന്റെ കര വരികയാണ്. ഈ അന്നയാണെങ്കിൽ തോട് കണ്ടോടനെ അതിനകത്ത് ചാടി ഇറങ്ങിയിട്ട് ഒരു മീനെ പിടിക്കും. ഈ മീനെ പിടിച്ചിട്ട് അതിനെ അങ്ങ് വെറുതെ വിടുകയാണ്. അതിനെ കൊന്ന് തിന്നുന്നൊന്നുമില്ല. ഇത് കാണുമ്പോൾ മന്ത്രവാദിക്ക് ദേഷ്യം വരും. അവളുടെ മുഖം നോക്കി ഒറ്റ അടിയാണ്. ഈ
മീനെയൊന്നും പിടിച്ചിട്ട് കാര്യമില്ല, നല്ല മൃഗത്തിനെ നോക്കി ചോര കുടിക്കണമെന്ന്. ഇതും പറഞ്ഞിട്ട് മന്ത്രവാദി അവളെ അടിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. അന്നയ്ക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ല. അന്ന ഒരു കല്ലെടുത്ത് അവളെ എറിയും. ആരെ? മന്ത്രവാദിനെ എറിയും. മന്ത്രവാദിക്ക് ആകെ ദേഷ്യം വന്ന് തിരിച്ചു വന്നിട്ട് അന്നേനെ പിടിച്ച് വെള്ളത്തിൽ മുക്കാനായിട്ട് തുടങ്ങും. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് എന്നെ നീ കല്ലെടുത്തെറിയും? നിന്റെ അമ്മയാവാൻ പോകുന്ന മന്ത്രവാദിയാണ് ഞാൻ, നിന്റെ അമ്മയാണ് ഞാൻ, എന്നിട്ട് നീ എന്നോട് ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ച് വെള്ളത്തിൽ മുക്കിയതിനു ശേഷം മന്ത്രവാദി അന്നേനെ കൊല്ലാതെ അവിടെ നിന്ന് മാറിപ്പോവാണ്. ഇനി നീ എന്റെ മോളല്ല, നീ എന്റെ പിന്നാലെ വരണ്ടെന്ന് പറഞ്ഞിട്ട്. മന്ത്രവാദി വിചാരിക്കുന്നത് പോലെ അന്നയുടെ സ്വഭാവം മാറുന്നില്ല. അവൾ ഇത്തിരി കൂടെ മനുഷ്യത്വമുള്ളൊരു മനുഷ്യക്കുഞ്ഞാന്ന് വേണമെങ്കിൽ പറയാം. അവള് മനുഷ്യക്കുഞ്ഞായിരുന്നു, ഇപ്പൊ ഒരു മന്ത്രവാദി കുഞ്ഞായി മാറിയിട്ടുണ്ട്. മന്ത്രവാദി അവൾക്കൊരു കഴിവ് കൊടുത്തില്ലേ, നെഞ്ചത്ത് തുപ്പിയില്ലേ? അത് മറ്റൊന്നല്ല, മന്ത്രവാദിയുടെ കഴിവുകൾ അന്നയ്ക്ക് കൊടുത്തതാണ്. പിന്നീട് അന്ന മന്ത്രവാദിനെ കാണാതെ ആ കാട് മൊത്തം തെണ്ടി നടക്കാണ്, ഒരു വേലയും കൂലിയില്ലാതെ. അങ്ങനെ നടക്കുന്ന സമയത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് അവൾ ഒളിഞ്ഞു നോക്കും. ആ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തോട്ട് നോക്കുമ്പോൾ മറ്റൊന്നല്ല, ഈ മന്ത്രവാദി ഒരു കുറുനരീനെ കൊന്നിട്ടുണ്ട്, ഒരു ചെന്നായെ കൊന്നിട്ടുണ്ട്. എന്നിട്ട് ആ ചെന്നായയുടെ അവയവങ്ങൾ പറക്കി അവരുടെ നെഞ്ചിന്റെ ഭാഗത്ത് വെക്കുന്നു. അത് വെച്ചതോടെ ആ ഒരു മന്ത്രവാദി ചെന്നായുടെ രൂപത്തിലോട്ട് മാറുകയാണ്. അന്നയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ മന്ത്രവാദിക്ക് ചെയ്യാനായിട്ട് കഴിയുമെങ്കിൽ ഇവളെ കൊണ്ട് ചെയ്യാനായിട്ട് കഴിയുമെന്ന്. നിങ്ങൾക്ക് വേറൊരു കാര്യം മനസ്സിലായോ? ആദ്യം തൊട്ട് ഇവളെ നോക്കിയത് ഇവളുടെ അമ്മ തന്നെയാണ്, ഒറിജിനൽ അമ്മ. എന്നാൽ ഇവളെ വിളിച്ച് വീട്ടിൽ വന്നതിന് ശേഷം അമ്മയ്ക്ക് എന്തോ പറ്റിയില്ലേ, ഈ മന്ത്രവാദി വന്ന അമ്മേനെ കൊന്നു, അമ്മയുടെ അവയവങ്ങൾ പറക്കി അവരുടെ ദേഹത്ത് വെച്ചു. അങ്ങനെ മന്ത്രവാദി അമ്മയുടെ രൂപത്തിലായി ഈ പെൺകുട്ടിനെ വിളിച്ച് പുറം ലോകത്തോട്ട് വന്നു. ഇതാണ് നടന്നത്. പിന്നീട് അമ്മയുടെ ഉപയോഗം കഴിഞ്ഞപ്പോൾ അവരുടെ അവയവങ്ങളെല്ലാം പുറത്തോട്ട് വാരിക്കളഞ്ഞു. ഇപ്പൊ അതേപോലെ തന്നെ ചെന്നായുടെ അവയവങ്ങളൊക്കെ എടുത്തു വെച്ച് ചെന്നായുടെ രൂപത്തിലോട്ട് മാറി. അതാണ് നടന്നത്. അന്നയ്ക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇതുപോലെ അവയവങ്ങളൊക്കെ പറക്കി ദേഹത്ത് വെക്കുകയാണെങ്കിൽ അവളെ കൊണ്ട് ചെന്നായോ അല്ലെങ്കിൽ മനുഷ്യരൂപത്തിലോട്ടോ മാറാനായിട്ട് കഴിയുമെന്ന്. ഇതിനുശേഷം അന്ന എങ്ങോട്ടെന്നറിയാതെ ആ ഒരു കാട്ടുവഴി യാത്ര തിരിക്കുകയാണ്. അങ്ങനെ നടന്ന് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ കുറെ അധികം മനുഷ്യരെ കാണുന്നുണ്ട്. അതിലൊരു മനുഷ്യ സ്ത്രീ പ്രഗ്നന്റ് ആണ്. അവർ പ്രസവിക്കാനായിട്ട് പോവാണ്. പ്രസവ വേദനയിൽ നിൽക്കുകയാണ്. കുറെ അധികം സ്ത്രീകൾ ചുറ്റും കൂടിയിട്ടുണ്ട്. ആ ഒരു സ്ത്രീ അവിടെ നിന്ന് തന്നെ പ്രസവിക്കുകയാണ്. ഇത് കണ്ട് അന്ന ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇവൾക്ക് അറിയത്തില്ല അവിടെ എന്താണ് നടക്കുന്നതെന്ന്. അതുപോലെ മറ്റേ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, കുട്ടീനെ പ്രസവിച്ചിട്ട് വീണ്ടും ജോലിക്കായിട്ട് പോവാണ്. അവര് റെസ്റ്റ് ഒന്നും എടുക്കുന്നില്ല. എന്ത് മനുഷ്യനല്ലേ? ഇതൊക്കെ കണ്ട് അന്ന ആകെ അത്ഭുതപ്പെട്ടിട്ട് അവള് താഴോട്ട് കുനിഞ്ഞു നോക്കാണ് അവളുടെ പ്രൈവറ്റ് പാർട്ടില്. അവിടെ വല്ല അവൾക്ക് കുട്ടിയുണ്ടോ എന്ന് നോക്കിയിട്ട്. ഇപ്പൊ ഇങ്ങനെയല്ലേ ഒരു കുട്ടി ജനിക്കുന്നത് അവള് കണ്ടത്. അങ്ങനെ അവള് നോക്കുന്നതാണ്. എന്നാൽ കുട്ടിയൊന്നുമില്ല. ഇതിനുശേഷം അന്ന ഗ്രാമത്തിൽ ചെല്ലുകയാണ്. കുറെ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലത്ത്. അവിടെ ചെല്ലുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടിയാണെങ്കിൽ അതൊരു ഓടി പോകുന്നുണ്ട്. ആ കൊച്ചു പെൺകുട്ടി അന്നേനെ കണ്ട ഉടനെ അവിടെ വന്ന് നിൽക്കും, ഇതാരാണെന്ന് അറിയാതെ. അന്നയാണെങ്കിൽ ആ കൊച്ചു പെൺകുട്ടീനെ തൊട്ട് നോക്കാനായിട്ട് അടുത്തോട്ട് ചെല്ലുകയാണ്. എന്നാൽ അന്നയുടെ രൂപവും കോലവും വലിയ നഖങ്ങൾ കണ്ടിട്ട് ആ കൊച്ചു പെൺകുട്ടി കരഞ്ഞിട്ട് അവിടെ നോടുകയാണ്. ഈ കരച്ചിൽ കേട്ടിട്ട് അന്ന അവിടെ നിന്ന് പേടിച്ചോടി ഒരു സ്ഥലത്ത് കയറി ഒളിച്ചിരിക്കും. അവൾക്ക് അറിയത്തില്ല ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇത് ആരൊക്കെയാണ്, ഇത് എന്ത് തരം മനുഷ്യരാണെന്ന്. അവര് മനുഷ്യനെ നേരിട്ട് കണ്ടിട്ടില്ല. ആര്? അന്ന നേരിട്ട് കണ്ടിട്ടില്ല. അന്ന അവിടെ പേടിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ കരച്ചിൽ കേൾക്കാം. ഒരു കുഞ്ഞു കുട്ടിയുടെ. ആ ഒരു കരച്ചിലിനെ ഫോളോ ചെയ്ത് അവൾ ഒരു സ്ഥലത്തോട്ട് ചെല്ലും. അവിടെ ചെന്ന് നോക്കുമ്പോഴാവട്ടെ ഒരു കളിയിലിനകത്ത്, അതായത് കുറെ അധികം ഈ ഉണക്കപ്പുല്ലൊക്കെ ശേഖരിച്ചു വെച്ചേക്കുന്ന സ്ഥലത്ത്, ഹേ ഇല്ലേ, അത് തന്നെ, അവിടെ ഒരു കുട്ടീനെ കിടത്തിയിരിക്കുന്നു. അന്നെ ആകെ അത്ഭുതപ്പെട്ട് ആ കുട്ടീനെ തൊടാനായിട്ട് അടുത്തോട്ട് ചെല്ലുകയാണ്. എന്നാൽ അങ്ങോട്ട് ആ കുട്ടിയുടെ അമ്മ വന്നിട്ടുണ്ട്. അമ്മ നോക്കുമ്പോ എന്താ, അമ്മയുടെ കുട്ടീനെ അടിച്ചോണ്ട് പോകാനായിട്ട് ആരോ വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അന്നേനെ പിടിച്ച് അടിക്കാനായിട്ട് തുടങ്ങും. രണ്ടുപേരും കൂടെ താഴെ വന്ന് വീഴും. എന്നാൽ അന്നയുടെ നല്ല മൂർച്ചയുള്ള നഖങ്ങളാണല്ലോ, അത് കുത്തിക്കേറി അമ്മ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു പോകുന്നുണ്ട്. അന്നെ മനഃപൂർവ്വം ചെയ്തതല്ല, എന്നാൽ അന്നേനെ ആക്രമിക്കാൻ വരുന്നു എന്ന് വിചാരിച്ച് അറിയാതെ ചെയ്തു പോയതാണ്. ഇതിനുശേഷം അന്ന എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവളുടെ ശരീരത്തുള്ള ഡ്രസ്സ് എല്ലാം കൂടെ വലിച്ചൂരാനായിട്ട് തുടങ്ങും. എന്നിട്ട് അവളുടെ നെഞ്ചിന്റെ ഭാഗത്ത് ഒന്ന് വലിച്ചു കീറുകയാണ്. അവൾക്ക് ആൾറെഡി അവിടെ ഒരു സിമ്പൽ ഇല്ലേ, അത് പ്രത്യക്ഷപ്പെടും. എന്നിട്ട് അതിനെ വലിച്ചു കീറും. അത് വലിച്ചു കീറിയതിനു ശേഷം ആ സ്ത്രീയുടെ ശരീരം കീറിയതിനു ശേഷം ആ സ്ത്രീയുടെ ശരീരത്തിനുള്ളിൽ നിന്ന് കുറെ അധികം അവയവങ്ങൾ എടുത്ത് അവളുടെ ശരീരത്തിലോട്ട് വെക്കും. അവരുടെ കുടൽമാര, ലങ്സ്, സ്റ്റൊമക്ക്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, ഹൃദയം എല്ലാം കൂടെ എടുത്ത് വെക്കുകയാണ്. ഇത് വെച്ചതോടെ അന്ന രൂപം മാറും. ആരുമായിട്ട്? ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ആ സ്ത്രീയുടെ രൂപത്തിലോട്ടാവും. ഇതാണ് ആ മന്ത്രവാദി നേർച്ച ചെയ്തത്. അതുപോലെ തന്നെ അവളുടെ കഴുത്തിൽ തുപ്പിയതിനു ശേഷം അന്നയ്ക്ക് കിട്ടിയ ഈ ഒരു കഴിവാണത്. ആ മന്ത്രവാദി അവൾക്ക് കൊടുത്ത കഴിവാണ്. എന്നാൽ മന്ത്രവാദിക്ക് അവളെ വേണ്ട. അവളുടെ സ്വഭാവം മന്ത്രവാദി വിചാരിച്ചതുപോലെ വരാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ അന്നയാണെങ്കിൽ ആ കുട്ടീനെ എടുത്ത് പുറത്തോട്ട് വരും. ആ സ്ത്രീയുടെ രൂപത്തിലാണ്. നമുക്ക് ഈ ഒരു സ്ത്രീനെ അന്നാന്ന് തന്നെ പറയാം. അത് അന്ന തന്നെയാണ്, രൂപം മാത്രമേ വ്യത്യാസമുള്ളൂ. അന്ന അവിടെ എല്ലാം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അത് ഡ്രസ്സ് ഇടാതെ അങ്ങനെ ഓടി നടക്കുകയാണ്. ബാക്കിയുള്ള നാട്ടുകാരൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആ സ്ത്രീയുടെ ഭർത്താവും കാണുന്നുണ്ട്. ഇപ്പൊ അന്നയാണല്ലോ ആ സ്ത്രീയുടെ രൂപത്തിലുള്ളത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവൾക്ക് പ്രാന്തായെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അന്നയ്ക്ക് മനുഷ്യരുടെ ഇടയിൽ പെരുമാറാനായിട്ട് അറിയത്തില്ല. അതാണ് സംഭവം. പെട്ടെന്ന് തന്നെ അന്നയുടെ അമ്മായിയമ്മ, അതായത് ആ സ്ത്രീയുടെ അമ്മായിയമ്മ, ഒരു തുണിയെടുത്ത് അവളുടെ ദേഹത്തിടുകയാണ്. അമ്മായിയമ്മ നല്ല സ്നേഹത്തോടു കൂടിയാണ് അവളോട് പെരുമാറുന്നത്. എന്നാൽ ഭർത്താവാണെങ്കിൽ അവളുടെ അടുത്ത് വന്ന് അവളുടെ മുഖം നോക്കി ഒറ്റ അടിയാണ്. എന്താടി നീ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അവൾക്കിത് കൊണ്ടു നിൽക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, എങ്ങനെ പ്രതികരിക്കണമെന്നൊന്നും അറിയത്തില്ല. അമ്മായിയമ്മ വന്നിട്ട് ഒന്നും ചെയ്യല്ലേ മോനെ എന്ന് പറഞ്ഞിട്ട് അന്യനെയും വിളിച്ച്
എടുത്തിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. അതുപോലെ തന്നെ കുട്ടീനെ എടുക്കുന്നുണ്ട്. പിന്നീട് അമ്മായിയമ്മ അന്യനെയും വിളിച്ചൊരു സ്ഥലത്ത് വന്ന് മാറിയിരുന്നിട്ട് അവളുടെ ദേഹത്തുള്ള രക്തക്കറയൊക്കെ തുടച്ചു കൊടുക്കുകയാണ്. ആ ഒരു സ്ത്രീനെ കൊന്ന സമയത്ത് രക്തക്കറയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ അവയവങ്ങൾ വെച്ച ശേഷം അവളുടെ ശരീരം ക്ലോസ് ആവും. അങ്ങനെ ഒരു മുറിവ് അവിടെ കാണില്ല, അത് അവിടെ നിന്ന് മാഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ആർക്കും കണ്ടുപിടിക്കാനായിട്ടും കഴിയത്തില്ല. പിന്നീട് ദിവസങ്ങൾ കഴിയുമ്പോൾ അമ്മായിയമ്മ ചെയ്യുന്നത് പോലെ തന്നെ മിറ്റം തൂക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ തുണി കഴുകാനായിട്ട് തുടങ്ങും. ഇതൊന്നും കറക്റ്റ് ആവുന്നില്ല, എന്നാലും അവളെ കൊണ്ട് കഴിയുന്നത് പോലെ അവള് പഠിച്ച് വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാണ്. അതുപോലെ തന്നെ കുറെ അധികം സ്ത്രീകളുടെ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ പോയി സ്ത്രീകൾ പറയുന്നത് എന്താന്ന് കേൾക്കും. എന്നാൽ അവൾക്ക് ഒരു ഇമോഷൻസും ഇല്ല. എങ്ങനെ ചിരിക്കണം, എങ്ങനെ കരയണം, ഇതൊന്നും അറിയത്തില്ല. അവരുടെ കൂടെ തന്നെ അവൾ ചിരിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇമോഷൻസ് വരാത്തത് കൊണ്ട് തന്നെ ഒരുമാതിരിയാണ് തോന്നുന്നത്. അവൾക്കറിയില്ല എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. അങ്ങനെ ഒരു ദിവസം അന്ന സ്ത്രീകളുമായിട്ട് കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ഭർത്താവ് ആ സ്ത്രീനെ വന്ന് തല്ലുകയാണ്. അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. അന്നയ്ക്ക് പാവം തോന്നിയിട്ട് ആ സ്ത്രീയുടെ അടുത്ത് വന്നിട്ട് അവളൊരു ആക്കി ചിരിയുണ്ട്. അവള് സമാധാനപ്പെടുത്തുന്നതാണ് ആ ഒരു സ്ത്രീനെ. ആ സ്ത്രീക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അന്ന ആംഗ്യ രൂപത്തിൽ കാണിക്കുന്നുണ്ട് അന്നയുടെ ഭർത്താവും അവളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തല്ലാറുണ്ടെന്ന്. അങ്ങനെ കാണിച്ചു കൊടുക്കുന്നതാണ്. ആ സ്ത്രീക്ക് മനസ്സിലാവും. എല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു സ്ത്രീക്ക് എന്തോ ഒരു അപകടം പറ്റിയതിനു ശേഷം ഭ്രാന്തായതാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല, അന്ന ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അത് ആ ഒരു സ്ത്രീ അല്ല, അന്നയാണിത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്ന അനുസരിച്ച് അവൾക്ക് ഇമോഷൻസ് കിട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാർ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ആൾക്കാരുമായിട്ട് ചിരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഇമോഷൻസ് കിട്ടിയിട്ടുള്ളൂ. അവൾ അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് അവളെ കാണാനായിട്ട് അവളുടെ മന്ത്രവാദി അമ്മ വന്നിട്ടുണ്ട്. മന്ത്രവാദി അമ്മ വന്നിട്ട് അവളുടെ കുട്ടിയുടെ അടുത്ത് ഇരിക്കുകയാണ്. അത് അവളുടെ കുട്ടിയല്ല, ആ ഒരു മരണപ്പെട്ടു പോയ സ്ത്രീയുടെ കുട്ടിയാണ്. ആ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് അതിനെ ഉപദ്രവിക്കാൻ നോക്കിയാലില്ല, അതിന്റെ തുണിയെടുത്ത് മണത്തതിന് ശേഷം അതെടുത്ത് കളഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോവാണ്. നീ സൂക്ഷിച്ചോ, മനുഷ്യരെ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട്. എന്താണ് ആ മന്ത്രവാദി എങ്ങനെ പറഞ്ഞെന്ന് അറിയത്തില്ല. എന്തായാലും മനുഷ്യരെ സൂക്ഷിച്ചോ, ഇതൊന്നും സ്നേഹമല്ല, ഇതൊക്കെ അവരുടെ കപടത്തരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട് ഈ ഒരു മന്ത്രവാദി. അന്ന് രാത്രി അന്ന കിടന്നുറങ്ങുന്ന സമയത്ത് അവളുടെ ഭർത്താവ് അവളുടെ അടുത്ത് വന്നിട്ടുണ്ട്. അവളുടെ ഭർത്താവ് സാധാരണ അവളെ ഉപദ്രവിക്കാറാണ് പതിവ്. എന്നാൽ ഇന്ന് വന്നിട്ട് അവളുടെ അടുത്ത് നല്ല സ്നേഹത്തോടു കൂടി പെരുമാറുന്നുണ്ട്. കുറെ നാളായി അവർ ഫിസിക്കലി ബന്ധപ്പെട്ടിട്ട്. അതുകൊണ്ട് തന്നെ ഭർത്താവ് ഒരു ശ്രമം നടത്താണ്. അവളുടെ അനുവാദം ഇല്ലാതെ അവളുമായിട്ട് ഫിസിക്കലി ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ഇവൾക്ക് ഇത് അങ്ങോട്ട് സഹിക്കുന്നില്ല. അവൾക്ക് ആദ്യം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വേദന എടുക്കുന്നുണ്ട്. ഇവൾ അവളുടെ നഖം വെച്ച് ഭർത്താവിനെ അവിടെ തന്നെ കുത്തി കൊല്ലുകയാണ്. ഇവളെ ഉപദ്രവിക്കാൻ നോക്കുന്നതാണെന്ന് വിചാരിച്ചിട്ട്. ഭർത്താവിനെ കൊന്നതിന് ശേഷം അവൾ പുറത്തോട്ടിറങ്ങി വരും. ആ സ്ത്രീയുടെ അവയവങ്ങളെല്ലാം അവൾ അവളുടെ ദേഹത്തു നിന്നെടുത്ത് പുറത്തോട്ടിടുകയാണ്. അതിട്ടതോടെ അവളുടെ രൂപം മാറുകയാണ്. എന്നിട്ട് അന്ന് രാത്രി തന്നെ അവൾ കാട്ടിലോട്ട് ഓടി രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഇനി ഈ നാട്ടിൽ നിൽക്കാനായിട്ട് കഴിയില്ല. നാട്ടുകാർ അവളെ പിടിച്ച് തല്ലി കൊന്നു കളയും, ഒരാളെ കൊന്നെന്നൊക്കെ അറിഞ്ഞാല്. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോൾ അമ്മായിയമ്മ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് നോക്കുമ്പോൾ ഇതാണ് കാണുന്നത്. ആ പിഞ്ചു കുഞ്ഞ് മാത്രമേ ജീവനോടെ ഉള്ളൂ. അമ്മയും അതുപോലെ തന്നെ അച്ഛനും മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ മൃതശരീരം കിട്ടിയിട്ടില്ല. കുറെ അധികം കുടൽമാലയും ഹൃദയവും പിന്നെ കുറെ അവയവങ്ങളും മാത്രമേ ഉള്ളൂ. അമ്മായിയമ്മ ആകെ കരഞ്ഞു പോവാണ്. മോനെയും മരുമോളെയും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പൊ അന്നയാണെങ്കിൽ വേറൊരു ഗ്രാമത്തിൽ വന്നിട്ടുണ്ട്, എങ്ങനെയൊക്കെയോ നടന്നിട്ട്. എന്നിട്ടൊരു പട്ടീനെ കൊന്നിട്ട് ആ പട്ടിയുടെ അവയവങ്ങളെല്ലാം അവളുടെ ദേഹത്തെടുത്ത് വെക്കും. അവൾ എന്താ ആവുക, ഒരു പട്ടിയാവും. ആ പട്ടിയുടെ രൂപത്തിൽ ആ ഒരു ഗ്രാമത്തിൽ അങ്ങനെ കറങ്ങി നടക്കാണ്. അവൾക്ക് ഇനിയും കുറെ അധികം കാര്യങ്ങൾ പഠിക്കണം. കാര്യങ്ങൾ പഠിക്കാതെ മനുഷ്യരൂപത്തിലോട്ട് ആവാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ അവൾ കുറെ അധികം ആൺപിള്ളേരുടെ പിന്നാലെ പോവാണ്. ഗ്രൂപ്പായിട്ട് പോകുന്ന ആൺപിള്ളേരുടെ പിന്നാലെ പോയിട്ട് അവരെന്താണ് ചെയ്യുന്നതെന്ന് നോക്കും. അവർ മുഴുവനെ എടുത്ത് കുളത്തിൽ ചാടുന്നുണ്ട്. കുറെ അധികം സ്ത്രീകൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഈ സ്ത്രീകളെ കണ്ടിട്ട് ഈ പയ്യന്മാര് മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. പിന്നീട് ആ പയ്യന്മാര് കുളിച്ചതുപോലെ തന്നെ അവൾ ഒറ്റയ്ക്ക് വന്ന് ആ കുളത്തിൽ കുളിക്കുന്നുണ്ട്. കുളിച്ചതിന് ശേഷം ഒരു പയ്യന്റെ വീട്ടിൽ ചെല്ലും. അവിടെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പയ്യന്റെ വീട്ടില്. അവനാണെങ്കിൽ ഈ അന്ന ഇങ്ങനെ മുഴുവനെ വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൽ അട്രാക്ട് ആയിട്ട് അവളുടെ പിന്നാലെ ചെല്ലും. അവള് ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ലല്ലോ, ഇവനെ അവള് വിളിക്കുന്നതാന്ന് വിചാരിച്ചിട്ട് അവളുടെ പിന്നാലെ ചെല്ലും. അങ്ങനെ അവൻ വന്നിട്ട് പതിയെ അവളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അവളുമായിട്ട് ബന്ധപ്പെടാനായിട്ട് തുടങ്ങും. ഈ ബന്ധപ്പെടുന്നതിന്റെ ഇടയ്ക്ക് അന്നയ്ക്ക് അതും ഇഷ്ടപ്പെട്ടിട്ടില്ല. അന്ന അവിടെ വെച്ച് തന്നെ അവനെ കുത്തി കൊല്ലാണ്. എന്നിട്ട് അവന്റെ ശരീരം വലിച്ചു കീറിയിട്ട് അവന്റെ അവയവങ്ങളൊക്കെ എടുത്തു വെച്ച് അവന്റെ രൂപത്തിലോട്ട് മാറും. പിന്നീട് കുളത്തിലൊക്കെ പോയി കുളിച്ച് ശരീരത്തുള്ള രക്തക്കറയൊക്കെ കളഞ്ഞിട്ട് തിരിച്ച് ഗ്രാമത്തിലോട്ട് വരും. അവൾക്ക് ഈ ആണിന്റെ ശരീരം ആയതുകൊണ്ട് തന്നെ നടക്കാനായിട്ട് കഴിയുന്നില്ല. ആദ്യമായിട്ടല്ലേ ഒരു ആണിന്റെ ശരീരത്ത് നടക്കുന്നത്. അതുവഴി നടന്നു പോകുന്ന നാട്ടുകാരൊക്കെ കളിയാക്കുന്നുണ്ട്. നീ എന്താടാ കുതിരപ്പുറത്ത് കയറിയോ, നിന്റെ ഉടഞ്ഞു പോയെന്നൊക്കെ ചോദിച്ചിട്ട്. എന്നാൽ അന്നയ്ക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനെ നടന്നു പോവാണ് അവന്റെ വീട്ടിലോട്ട്. അവന്റെ വീട് എവിടാണെന്ന് അവൾക്കറിയാം. അവിടെ ചെല്ലുമ്പോൾ അവന്റെ അമ്മ, ഇപ്പൊ കൊന്നവന്റെ അമ്മ വിളിക്കും, ബാ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അന്ന പോയി ഫുഡ് കഴിക്കുകയാണ്. അവൾക്കിപ്പോ കോരി കഴിക്കാനൊക്കെ അറിയാം. നേരത്തെ ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ അവിടുത്തെ ആണുങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെയധികം ദുരിതമാണ്. രാവിലെ തന്നെ ജോലിക്ക് പോകണം, വെയിൽ കൊള്ളണം, ഓരോ ജോലികൾ ചെയ്യണം. അതേപോലെ തന്നെ പിന്നീടുള്ള ദിവസങ്ങളിൽ അന്ന ജോലികൾ ചെയ്യാനായിട്ട് തുടങ്ങും, അതും ആണുങ്ങളുടെ കൂടെ പോയിട്ട്. എന്നാൽ അവൾക്ക് നേരെ ചൊവ്വേ ചെയ്യാനായിട്ട് അറിയത്തില്ല. ഒരുപാടധികം കഷ്ടപ്പെടുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ നോക്കുമ്പോൾ ഇവനെന്താ പ്രാന്തായെന്നാണ് വിചാരിക്കുന്നത്. എന്നാലും അവൾ അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. കുറച്ച് ദിവസത്തിന് ശേഷം അവൻ പണിയൊക്കെ ചെയ്ത് വീട്ടിൽ വരുമ്പോൾ പെൺകുട്ടികൾ
പാവ വെച്ച് കളിക്കുന്നു. ഇത് കണ്ട ഉടനെ അവന് അസൂയാവുകയാണ്. അവൻ ആ പാവകളെ വാങ്ങിച്ചുകൊണ്ട് ഒരു സ്ഥലത്തോട്ട് മാറി നിന്ന് കളിക്കും. ആ പെൺകുട്ടികൾ വീട്ടുകാരോട് പോയി പറഞ്ഞിട്ട് നാട്ടുകാരെല്ലാം അങ്ങോട്ട് വന്നിട്ടുണ്ട്, ഞങ്ങളുടെ പാവ ആ ഒരു മനുഷ്യൻ തട്ടിപ്പറിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട്. എല്ലാരും വന്ന് നോക്കുമ്പോൾ അന്ന പാവ വെച്ച് കളിക്കുന്നു. ബാക്കിയുള്ള ആൾക്കാരെ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഒരു വലിയ മുതുക്കനാണെങ്കിൽ പാവ വെച്ച് കളിക്കുന്നു. ഇവനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ബാക്കിയുള്ള മനുഷ്യര് മന്ത്രവാദം ചെയ്യാനായിട്ട് തുടങ്ങും. ഇവന്റെ ദേഹത്ത് യക്ഷി കയറി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മന്ത്രവാദം ചെയ്ത് ഒഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് വിഷമം, ഇത്രയും സുന്ദരനായിട്ടുള്ള ഒരു പയ്യന്റെ ദേഹത്ത് യക്ഷി കയറി എന്ന് വിചാരിച്ചിട്ട്. എന്നാൽ ഇത് യക്ഷിയൊന്നുമല്ല, അന്ന രൂപം മാറിയതാണ്. അവൾക്ക് അത്രയധികം ബോധം ഇല്ലാത്തത് കൊണ്ടാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ മനുഷ്യന്റെ ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങും. അവനല്ല, അവൾ അന്ന. അങ്ങനെ അവൾ പാടത്തുള്ള ജോലികളൊക്കെ ചെയ്യാണ്. അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അതായത് അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു തീർക്കുന്നുണ്ട്. അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ കത്തിക്കുന്നുണ്ട്, എന്താ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെ ഈ പുക പരക്കുന്ന നേരത്ത് അവൻ അവിടെ ഒറ്റയ്ക്കാണ്. അവനെ കാണാനായിട്ട് മന്ത്രവാദി അമ്മ വന്നിട്ടുണ്ട്. മനുഷ്യരെ വിശ്വസിക്കാൻ പാടില്ല, അവര് നിന്നോട് കാണിക്കുന്നത് സ്നേഹമല്ല, നീ ഇപ്പം ജീവിക്കുന്നത് ജീവിതമല്ല, നീ എന്ത് ജീവിതമാണ് സെലക്ട് ചെയ്തേക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവിടെ നിന്ന് മാറിപ്പോവാണ്. ഈ മന്ത്രവാദി അമ്മ അവന്റെ ദേഹത്തൊക്കെ പിടിക്കാനായിട്ട് ശ്രമിച്ചിട്ട് അവനോട് സ്നേഹം കൊടുക്കുന്നത് പോലെ പെരുമാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ മാറിപ്പോവാണ്. അവൾക്ക് അവളുടെ അമ്മയുടെ കൂടെ പോകാനായിട്ട് താല്പര്യമില്ല, മന്ത്രവാദി അമ്മയുടെ കൂടെ പോകാനായിട്ട് താല്പര്യമില്ല. അന്ന് രാത്രി അവനൊരു സ്ഥലത്ത് വന്ന് മറഞ്ഞു നിന്ന് നോക്കുകയാണ്. ഒരു കുഞ്ഞി പയ്യനാണെങ്കിൽ അവിടെ അങ്ങനെ വിഷമിച്ചിരിക്കുന്നു. മറ്റൊന്നല്ല, അവന്റെ വീട്ടുകാർ അവനോട് പറഞ്ഞിട്ടുണ്ട്, വീട്ടിലെ പണികളെല്ലാം, വീട്ടിലെ പുറത്തെ പണികളെല്ലാം ചെയ്തിട്ട് ഈ ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിന്റെ അകത്തോട്ട് വന്നാൽ മതിയെന്ന്. എന്നാൽ ആ കുട്ടിക്ക് അത് ചെയ്യാതെ വേറെ നിവർത്തിയില്ല. ഈ പണി എന്ന് പറഞ്ഞാൽ മറ്റൊന്നല്ല, വിറക് കീറുന്നതാണ്. അവൻ എത്ര കീറാൻ ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ അന്നയാണ് പോയി സഹായിക്കുന്നത്. അവൾക്ക് ചെറിയ മനസാക്ഷിയുടെ ഫീലിംഗ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവൾ പോയി സഹായിക്കുകയാണ് ആ കുഞ്ഞിപ്പയ്യനെ. ആ കുഞ്ഞിപ്പയ്യനുമായിട്ട് മിണ്ടുന്നൊന്നുമില്ല, എന്നാൽ ചെറിയ രീതിയിൽ കൂട്ടാവുന്നുണ്ട്. പിറ്റേ ദിവസം ആകുമ്പോൾ അവൻ വീട്ടിൽ നിൽക്കുകയാണ്. അവനെ നോക്കിക്കൊണ്ട് ഒരു പെൺകുട്ടി ദൂരെ നിൽപ്പുണ്ട്. എന്താണെന്ന് അവൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവളുടെ പിന്നാലെ ചെല്ലുകയാണ്. അങ്ങനെ ചെല്ലുമ്പോൾ അവൾ അവനെ വിളിച്ചൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ആ പെൺകുട്ടിക്ക് വേറെയാണ് ആവശ്യം. അങ്ങനെ ഇവനെ കണ്ട ഉടനെ ഇവർ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്തായല്ലോ. അവളുടെ ഡ്രസ്സെല്ലാം ഊരിക്കളഞ്ഞിട്ട് ഇവനെ ഒരു സ്ഥലത്ത് പിടിച്ചു കിടത്തിയിട്ട് അവനുമായിട്ട് ഫിസിക്കലി ബന്ധപ്പെടാനായിട്ട് തുടങ്ങും. എന്നാൽ ഇവൻ ഇത് ആദ്യമായിട്ടാണ്, അത് ഒരു ആണിന്റെ ശരീരത്തിൽ. ആദ്യമൊന്നും ഇവൻ ആ ഒരു ഫീല് കിട്ടിയില്ലെങ്കിലും പിന്നെ പിന്നെ കിട്ടാനായിട്ട് തുടങ്ങും. അങ്ങനെ അന്ന ആദ്യമായിട്ട് ഒരു ആണിന്റെ ഫീല് തിരിച്ചറിയാണ്. മറ്റേ പെൺകുട്ടിയാണെങ്കിൽ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ ഓരോ ജോലികൾ ചെയ്യാണ്. അങ്ങനെ ജോലിയൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ കുറച്ചധികം കുട്ടികൾ പേടിച്ചോടുന്നു. അവര് വിളിച്ചു പറയുന്നുണ്ട് അവിടെ ഒരു പെൺകുട്ടി മറിഞ്ഞു വീണ് കിടക്കുന്നു എന്ന്. അന്നയാണെങ്കിൽ ആകെ പേടിച്ച് അവിടെ ചെന്ന് നോക്കുമ്പോൾ പറഞ്ഞത് ശരിയാണ്, മലമുകളിൽ നിന്ന് ഒരു കൊച്ചു പെൺകുട്ടി താഴെ വീണ് മരണപ്പെട്ടിട്ടുണ്ട്. ഇത് കണ്ട് അവന്റെ കണ്ണൊക്കെ ആകെ നിറയാണ്. അന്നയുടെ കണ്ണൊക്കെ ആകെ നിറയുന്നുണ്ട്. കാരണം അവൾക്ക് ഫീലിങ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. വിഷം എന്താന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട്. അവൾ കരഞ്ഞങ്ങനെ നിൽക്കും. അതുമല്ല, അധികം വൈകാതെ തന്നെ നാട്ടുകാരൊക്കെ ഇങ്ങോട്ട് വരും. അവളുടെ ഒരു നല്ല ഐഡിയ ഉണ്ട്. മറ്റൊന്നല്ല, ഒരു കുട്ടിയുടെ ദേഹത്ത് കയറുവാണെങ്കിൽ ഓരോ കാര്യങ്ങൾ തുടക്കം തൊട്ട് പഠിച്ചു വരാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ അവളുടെ ദേഹം നിന്നെല്ലാം കീറിയിട്ട് ആ ഒരു കുട്ടിയുടെ ദേഹം കീറിയിട്ട് ആ കുട്ടിയുടെ അവയവങ്ങളെല്ലാം അന്നയുടെ ദേഹത്ത് പറക്കി വെക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ അവള് പതിയെ പതിയെ കുട്ടിയാവുകയാണ്. കുറെ നേരം കഴിഞ്ഞിട്ട് നാട്ടുകാരൊക്കെ വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? അവിടെ കുട്ടി മരണപ്പെട്ട് കിടക്കുന്നില്ല, പകരം കുറെ അധികം രക്തങ്ങളും പിന്നെ മനുഷ്യന്റെ തൊലിയൊക്കെയാണ് കിടക്കുന്നത്. പിന്നെ കുറെ അവയവങ്ങൾ കിടപ്പുണ്ട്. മനുഷ്യൻ എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഇപ്പൊ അന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ദേഹത്താണല്ലോ. ഈ കൊച്ചു പെൺകുട്ടി മരണപ്പെട്ടു പോയെന്ന് അവരുടെ വീട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ വന്ന് നോക്കുമ്പോൾ പെൺകുട്ടി മരണപ്പെട്ടു പോയിട്ടില്ല, പക്ഷെ ഇത് അന്നയാണ്. ഇതറിയാതെ വീട്ടുകാരും എല്ലാരും വന്ന് ആ കുട്ടീനെ എടുക്കുകയാണ്. എന്റെ കുട്ടിക്ക് ഒന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ചിട്ട്. പിന്നീട് ഈ കൊച്ചു പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് അന്ന ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങും. സൗഹൃദങ്ങൾ, പിന്നെ ഫീലിങ്സ്, ഇമോഷൻസ്, എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ട് തുടങ്ങും. കൂട്ടുകാരികളായിട്ട് അങ്ങനെ കറങ്ങി നടക്കാണ്. ചെറുപ്പമല്ലേ. അതുപോലെ തന്നെ ആ കുഞ്ഞിപ്പയ്യനില്ലേ, ആ ഒരു മനുഷ്യന്റെ ശരീരത്തുള്ളപ്പോൾ അവനെ പോയി സഹായിച്ചില്ലേ, ആ കുഞ്ഞിപ്പയ്യനുമായിട്ടും കൂട്ടാവുന്നുണ്ട്. എന്നാലും മിണ്ടുന്നൊന്നുമില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ്. അന്ന കുട്ടികളുമായിട്ട് കളിക്കുകയാണ്. ഒരു രാത്രി അന്ന വീട്ടിൽ വന്നിരിക്കുമ്പോൾ അന്ന ഉപയോഗിക്കുന്ന പെൺകുട്ടിയുടെ ശരീരമില്ലേ, ആ പെൺകുട്ടിയുടെ മുത്തശ്ശി കുറെ കുട്ടികളെ കൂട്ടിയിരുത്തിയിട്ട് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു മരിയ എന്ന് പറഞ്ഞ മന്ത്രവാദിയുടെ ഒരു കഥ. ഈ മരിയ മറ്റാരുമല്ല, അന്നയുടെ അമ്മ തന്നെയാണ്, മന്ത്രവാദി അമ്മ. അവരെ പറ്റിയുള്ള കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ആ കഥയിലോട്ട് പോയാലോ? വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ പേര് മരിയ എന്നായിരുന്നു. അവരെന്ന് പറഞ്ഞാല് നല്ലൊരു സ്ത്രീ ആയിരുന്നു. പക്ഷെ കല്യാണപ്രായമായിട്ടും അവർക്ക് കല്യാണം നടന്നില്ല. അവരവരുടെ അച്ഛന്റെ കൂടെ ആയിരുന്നു താമസിച്ചിരുന്നത്. അച്ഛനാണെങ്കിൽ അത്യാവശ്യം രോഗമായിട്ടുള്ള ഒരു പുരുഷനാണ്. അച്ഛന്റെ കാര്യങ്ങളെല്ലാം മരിയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അച്ഛന് ഇടയ്ക്കിടയ്ക്ക് നടക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അച്ഛന്റെ ഓരോ കാര്യങ്ങളും നോക്കണം. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരുന്നു ജീവിക്കുന്നത്. അടുക്കളപ്പണി ചെയ്യണം, വിറക് കീറണം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. അങ്ങനെ ഒരു ദിവസം മരിയ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ അവരുടെ കോഴിക്കൂട്ടിന്ന്, അതായത് ഈ മൃഗങ്ങളെയൊക്കെ വളർത്തുന്ന കൂട്ടിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോഴാവട്ടെ ഒരു മുത്തശ്ശി മുഴുവനെ ഇരുന്നിട്ട് മൃഗങ്ങളുടെ രക്തം കുടിക്കുന്നു. ഒരു മൃഗത്തിനെ കൊന്നിട്ട്. മരിയയ്ക്ക് അത് കണ്ടപ്പോഴേ മനസ്സിലായി അത് മറ്റാരുമല്ല, അതൊരു മന്ത്രവാദി സ്ത്രീയാണെന്ന്. ഇവർക്കൊരു കുട്ടീനെയും ഭർത്താവിനെയും വേണമെന്ന് നല്ല ആഗ്രഹമല്ലേ മരിയയ്ക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു മുത്തശ്ശി, മന്ത്രവാദി മുത്തശ്ശി അവിടെ നിന്ന്
പോകുന്ന സമയം മന്ത്രവാദി മുത്തശ്ശിന്റെ പിന്നാലെ ചെല്ലും. ഈ മന്ത്രവാദി മുത്തശ്ശി മനുഷ്യരെ ഒന്നും ചെയ്യുന്നില്ല, അവര് പാവപ്പെട്ടൊരു മുത്തശ്ശിയാണ്. മന്ത്രവാദം ചെയ്യുന്നേ ഉള്ളൂ, എന്നാൽ മൃഗത്തിനെയൊക്കെ കൊന്നാണ് ചോര കുടിക്കുന്നത്, മനുഷ്യനെ കൊല്ലാറില്ല. ഇപ്പൊ ആ മന്ത്രവാദി മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് എനിക്കൊരു ഭർത്താവിനെയും കുട്ടീനെയും വേണമെന്ന് പറയും. എന്നാൽ മന്ത്രവാദി മുത്തശ്ശി ഒന്നും മിണ്ടില്ല. നെഞ്ചിന്റെ ഭാഗം നോക്കി ഒറ്റ തുപ്പലാണ്. അത് രക്തമാണ് തുപ്പുന്നത്. അത് തുപ്പുന്ന സമയത്ത് എന്താ നടക്കുക? ആ ഒരു മരിയുടെ നെഞ്ചിന്റെ ഭാഗത്തായിട്ട് ഒരു ചെറിയ മുറിവ് വരുന്നുണ്ട്. അതുവഴി അവയവങ്ങളെല്ലാം പറക്കി വെച്ച് ഇവർക്ക് ഓരോ രൂപത്തിലോട്ട് മാറാനായിട്ട് കഴിയും. അതുപോലെ മരിക്ക് അറിയുകയും ചെയ്യാം ഈ മന്ത്രവാദികൾ ഇങ്ങനെയാണ് രൂപം മാറുന്നതെന്ന്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ്. മരിയെ വിചാരിച്ചതുപോലെ തന്നെ മരിയനെ പെണ്ണ് കാണാനായിട്ട് ചെറുക്കന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. എന്നാൽ ചെറുക്കൻ വന്നിട്ടില്ല. മരിയന്റെ അച്ഛനോട് അനുവാദം ചോദിക്കും, മരിയനെ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ എന്ന്. അങ്ങനെ അച്ഛൻ അനുവാദം കൊടുക്കും. മരിയനെയും കൂട്ടിക്കൊണ്ട് ചെറുക്കന്റെ അച്ഛൻ വിളിച്ചോണ്ട് പോവാണ്. ഒരു കഴുതയും കുറച്ച് സാധനങ്ങൾ സ്ത്രീധനമായിട്ട് കൊടുത്തിട്ടുണ്ട്. കഴുതയൊക്കെയാണ് സ്ത്രീധനമായിട്ട് കൊടുക്കുന്നത്, കൊള്ളല്ലേ? അങ്ങനെ മരിയ ആകെ സന്തോഷത്തോടു കൂടി നല്ലൊരു പുരുഷനെ കിട്ടുമെന്ന് വിചാരിച്ച് ആ ഒരു ചെറുക്കന്റെ വീട്ടിൽ ചെല്ലും. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോഴാവട്ടെ അവനൊരു കിടപ്പ് രോഗിയാണ്. അവൻ എന്തായാലും മരണപ്പെട്ടു പോകും. അതിനു മുമ്പ് ആ ചെറുക്കന്റെ വീട്ടുകാർക്ക് ഒരു ആഗ്രഹം, അവനെ വെറുതെ വിടാൻ പാടില്ല, അവനൊരു ബന്ധത്തിന് ശേഷം മരിച്ചാൽ മതിയെന്ന്. അതുകൊണ്ടാണ് മരിയനെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ മരിയയ്ക്ക് അതിനോട് താല്പര്യമില്ല. മരിയ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ മരിയനെ വിടത്തില്ല. മരിയനെ പിടിച്ച് അവിടെ കെട്ടിവെക്കുകയാണ്. ഇവര് ബലമായിട്ട് ആ ചെറുക്കനെ കൊണ്ട് മരിയായിട്ട് ബന്ധപ്പെടുത്തിക്കും. അതായത് ബാക്കിയുള്ള ആൾക്കാർ കൂടെ സഹായിച്ചു കൊടുക്കും. ഈ ബന്ധപ്പെടുന്ന നേരത്ത് മരിയയ്ക്ക് ഒന്നും അനങ്ങാൻ പോലും പറ്റുന്നില്ല, കാരണം അവളുടെ ശരീരം എല്ലാം കെട്ടിവെച്ചേക്കാണ്. അതുപോലെ എന്തൊക്കെ ആചാരങ്ങളും ഉണ്ട്. അങ്ങനെ ബന്ധപ്പെട്ട് കുറച്ച് ദിവസത്തിനകം ആ ഒരു പയ്യൻ മരണപ്പെട്ടു പോയി. മരിയയുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി. അവള് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് കൂടെ വന്നത്. എന്നാൽ കിട്ടിയതോ ഇത് കണക്ക് ഭ്രാന്ത് പിടിച്ച കുടുംബത്തിന്. അവൾക്ക് ആകെ വിഷമവും ദേഷ്യവും എല്ലാം കൂടെ ഒരുമിച്ച് വരികയാണ്. അതുപോലെ തന്നെ മരിയ ഇപ്പോൾ ഒരു മന്ത്രവാദിയാണ്. അവൾക്ക് ബ്ലഡ് ഇല്ലാതെ ജീവിക്കാനായിട്ട് കഴിയത്തില്ല. ബ്ലഡ് കുടിക്കാനായിട്ട് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. കാരണം ആ മന്ത്രവാദി കൊടുത്ത ഒരു സംഭവമാണ് അത്. ആ നെഞ്ചത്തൊരു പാട് വന്നില്ലേ, രൂപം മാറാനുള്ള കഴിവ് കിട്ടും, എന്നാൽ ബ്ലഡ് അത്യാവശ്യമാണ്. ഇപ്പൊ വിഷമം വന്നതുകൊണ്ട് തന്നെ ബ്ലഡ് കുടിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. മരിക്ക് അത് പിടിച്ചു നിർത്താനായിട്ട് കഴിയുന്നില്ല. നേരെ അവൾക്ക് സ്ത്രീധനം കിട്ടിയ കഴുതയുടെ അടുത്ത് ചെല്ലും. ആ കഴുതനെ വെട്ടിക്കൊന്ന് ചോര കുടിയാണ്. മരിക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. അവളെ ഏറെ ഇഷ്ടപ്പെട്ട കഴുതയായിരുന്നു, എന്നാൽ വേറെ നിവർത്തിയില്ല. അത് കുടിച്ച് രക്തത്തിൽ കലർന്ന് അങ്ങനെ കിടക്കുകയാണ്, ഒരു ബോധവും ഇല്ലാതെ. നാട്ടുകാരൊക്കെ വന്ന് നോക്കുമ്പോ എന്താ കാണുന്നത്? അവള് കഴുതനെ വെട്ടിക്കൊന്നിട്ട് രക്തത്തിൽ കുളിച്ച് അങ്ങനെ കിടക്കുന്നു. നാട്ടുകാർക്ക് അറിയത്തില്ല അവൾ എന്താണ് ഈ ചെയ്തു കൂട്ടിയെന്ന്. ഈ നാട്ടുകാർ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? മരിയനെ ഒരു കമ്പിൽ കെട്ടിയിട്ട് താഴെ തീയിട്ട് ആ തീയിലോട്ട് ഇറക്കി വിടും. ആ തീയിൽ വെച്ച് എന്നെ കത്തിച്ച് കൊല്ലുകയാണ്. പക്ഷേ ഇവൾക്ക് മരിക്കാനായിട്ട് കഴിയത്തില്ല. ഇവൾക്ക് മരണമില്ല, ജീവിക്കും, ഒരുപാട് നാൾ ജീവിക്കും. മന്ത്രവാദിയായില്ലേ, അതുകൊണ്ടാണ്. അങ്ങനെ ഈ കത്തിയ തീയുമായിട്ട് ആൾക്കാരുടെ പിന്നാലെ ചെന്നു. എല്ലാരും കൂടെ പേടിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ മരിയയ്ക്ക് മനുഷ്യരോട് ഇത്രയും വെറുപ്പ് വന്നത്. അല്ലാത്തതൊന്നും കൊണ്ടല്ല. ഒരു നാട് മുഴുവൻ അവളെ ചതിച്ചു. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് വിചാരിച്ച് അവരുടെ കൂടെ പോയപ്പോൾ അവൾക്ക് കിട്ടിയതാവട്ടെ ചതി മാത്രമായിരുന്നു. പിന്നീട് അവളെ തീയിലിട്ട് കൊല്ലാനായിട്ട് ശ്രമിച്ചു, എന്നാൽ മരിച്ചില്ല. പകരം അവളുടെ ദേഹം എല്ലാം കത്തി നശിച്ചു പോവാണ് ചെയ്തത്. ആ ഒരു ശരീരം കൊണ്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഇതൊക്കെ കൊണ്ടാണ് മനുഷ്യരോട് അവൾക്ക് അത്രയധികം ദേഷ്യം തോന്നാനായിട്ടുള്ള കാരണം. ഇപ്പൊ ഈ ഒരു കഥ മുത്തശ്ശി അന്നയെടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ബാക്കിയുള്ള ആൾക്കാർക്ക് ഇത് വെറും കഥയാണെന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ഇങ്ങനെ നടന്നൊരു സംഭവമാണെന്ന് അറിയത്തില്ല. പക്ഷെ അന്നയ്ക്കറിയാം ഇത് അവളുടെ അമ്മയുടെ കഥയാണെന്നുള്ള കാര്യം. സ്വന്തം അമ്മ അല്ല, അവളൊരു മന്ത്രവാദി അമ്മയെന്ന് വേണമെങ്കിൽ പറയാം. സ്വന്തം അമ്മ ആദ്യം തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ സ്വന്തം അമ്മയ്ക്ക് അന്നനെ കിട്ടാനായിട്ടുള്ള കാരണം ആ മന്ത്രവാദി അനുഗ്രഹം കൊടുത്തതാണ്. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു, കുട്ടി ജനിച്ചതിന് ശേഷം കുട്ടീനെ ആ മന്ത്രവാദിക്ക് വിട്ടുകൊടുക്കണമെന്ന്. അങ്ങനെ വർഷങ്ങൾ കടന്നു പോവാണ്. അന്ന ആ കുട്ടിയുടെ ദേഹത്തിരുന്ന് തന്നെ വളർന്ന് വലുതാവുകയാണ്. ആ കുട്ടി വളർന്ന് വലുതായിട്ടുണ്ട്. വർഷങ്ങൾ കടന്നു പോയത് കൊണ്ട് തന്നെ അന്നയ്ക്ക് ഇപ്പോഴും ആ കുഞ്ഞിപ്പയ്യനെ ഇഷ്ടമാണ്. ആ കുഞ്ഞിപ്പയ്യനും വളർന്ന് വലുതായിട്ടുണ്ട്. അവൾ ഓരോ കാര്യങ്ങൾ പഠിച്ചു വന്നിട്ടുണ്ട്, എന്നാൽ സംസാരിക്കാനായിട്ടുള്ള കഴിവില്ല. അങ്ങനെ ഒരു ദിവസം അവൾ അതുവഴി നടന്നു പോകുമ്പോൾ ആ കുഞ്ഞിപ്പയ്യനില്ലേ, അവനിപ്പോ വളർന്ന് വലുതായിട്ടുണ്ട്. ഏത് കുഞ്ഞിപ്പയ്യൻ? അന്ന് വിറക് കീറിയപ്പോ അവൾ ഒരു മനുഷ്യന്റെ ശരീരത്തിലായിരുന്നു, ഒരു പുരുഷന്റെ ശരീരത്തില്. അങ്ങനെ പോയി സഹായിച്ചില്ലേ, ആ കുഞ്ഞിപ്പയ്യൻ തന്നെ. അവനിപ്പോ വളർന്ന് വലുതായിട്ടുണ്ട്. അവനെ കുറച്ച് നാട്ടുകാർ കളിയാക്കുകയാണ്. മറ്റൊന്നുമല്ല, അവന് ചെറുതായിട്ട് മെന്റലി കുറച്ച് പ്രോബ്ലം ഉണ്ട്, ഇത്തിരി അധികം ബുദ്ധി കുറവുണ്ട്. അങ്ങനെ കളിയാക്കുകയാണ്. അവൻ വിറക് കെട്ടാനായിട്ട് ശ്രമിക്കുമ്പോൾ നടക്കുന്നില്ല. അങ്ങനെ കുറെ അധികം ആൾക്കാർ കളിയാക്കുമ്പോൾ അന്നയാണ് പോയി സഹായിക്കുന്നത് അവനെ. അന്നയ്ക്ക് അവനോട് ചെറിയ രീതിയിൽ ഫീലിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നാട്ടിൽ ഇതെല്ലാം പരക്കാണ്, അന്നയ്ക്ക് അവനോട് ഫീലിങ്സ് ഉണ്ടെന്ന്. അങ്ങനെ നാട്ടുകാര് ആ പയ്യനെയും വിളിച്ചുകൊണ്ട് അവന്റെ വീട്ടുകാരെയും വിളിച്ചുകൊണ്ട് അന്നനെ പെണ്ണ് ആലോചിക്കാനായിട്ട് ചെല്ലും. അന്നയ്ക്കും അതൊരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്നയ്ക്ക് അവൻ ഇഷ്ടമായത് കൊണ്ടാണല്ലോ പെണ്ണ് കാണാനായിട്ട് അനുവദിച്ചത്. അങ്ങനെ അവിടെ വെച്ച് ആചാരങ്ങളൊക്കെ നടക്കാണ്. ഇവരുടെ കല്യാണം നടക്കുന്നുണ്ട്. കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേകതരം ആചാരമാണ് കേട്ടോ. കുറെ ആൾക്കാരെ വിളിച്ചുകൂട്ടി വട്ടത്തിൽ നിന്ന് ഡാൻസ് കളിക്കുക, കറങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈ കല്യാണം നടക്കുന്ന കാര്യങ്ങളെല്ലാം മന്ത്രവാദി അമ്മ ദൂരെ നിന്ന് കാണുന്നുണ്ട്. ഇതൊന്നും മന്ത്രവാദി അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അന്ന മന്ത്രവാദി അമ്മയുടെ കൂടെ ജീവിക്കണമെന്ന് വിചാരിച്ചപ്പോൾ അന്ന അങ്ങനെയൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്. പിന്നീട് അന്നത്തെ രാത്രി ഫസ്റ്റ് നൈറ്റ് ആണ്. ഫസ്റ്റ് നൈറ്റിന് പയ്യനെയും കൊണ്ട് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വരും. അമ്മായിയമ്മ അന്നയ്ക്ക് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. അങ്ങനെ അന്നത്തെ രാത്രി അവർ രണ്ടുപേരും കൂടെ ബന്ധപ്പെടും. അന്നയ്ക്ക് ഇപ്പൊ ഫീലിങ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ
അവളെ കൊണ്ട് കഴിയുന്നുണ്ട്. ആ പയ്യന് ചെറിയ ബുദ്ധിക്കുറവുള്ളത് കൊണ്ട് തന്നെ അന്നയുടെ കൂടെ അവനും അതിനനുസരിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ്. അന്നയും അവനും തമ്മിൽ നല്ല രീതിയിൽ പ്രണയത്തിലാവുന്നുണ്ട്. അന്നയ്ക്ക് അവനോട് അത്രയധികം ഇഷ്ടമുണ്ട്. അതുപോലെ തന്നെ അവനും അന്നയോട് നല്ല രീതിയിൽ പ്രണയമുണ്ട്. ഇവർ പകൽ സമയങ്ങളെല്ലാം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം രാവിലെ അന്നയാണെങ്കിൽ അവനെയും വിളിച്ചൊരു സ്ഥലത്ത് വരും. അവനുമായിട്ട് ഇത്തിരി റൊമാൻറ്റിക് ആവുകയാണ്. അവനുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യും. അങ്ങനെ ബന്ധപ്പെടുന്നതിന്റെ ഇടയ്ക്ക് അവളുടെ തനി രൂപം അവന് കാണിച്ചു കൊടുക്കും. അവളുടെ മൂർച്ചയുള്ള നഖങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും അവന് കാണിച്ചു കൊടുക്കും. എന്നാൽ അവൻ അതൊന്നും കണ്ട് പേടിക്കുന്നില്ല. അവൻ അത്രയ്ക്കുള്ള ബുദ്ധിയൊന്നുമില്ല. അവളുടെ ആ നഖത്തിലൊക്കെ അവൻ ഉമ്മ കൊടുക്കുകയാണ്. അവൻ അത്രയധികം ഇഷ്ടമാണ് അവളെ. അവൾ ഇനി ഏത് കോലത്തിലായിരുന്നാലും അവൻ അവളെ ഇഷ്ടമാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഇവള് ഗർഭിണിയായിട്ടുണ്ട്. അവളുടെ വയറ്റിലൊരു കുട്ടിയുണ്ട്. ഇപ്പൊ അന്നയുടെ കൂടെ അവളുടെ ഭർത്താവില്ല. അവൻ പുറത്തെവിടെ പോയിക്കാണ്. അമ്മായിയമ്മ ചോദിക്കും നിന്റെ ഭർത്താവിന്റെ ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുന്നത്. അങ്ങനെ അവള് പുറത്തോട്ട് അവനെ വിളിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഒരു കറുത്ത കാട്ടുപന്നി അവിടെ നിൽക്കുന്നു. അതിന്റെ കൊമ്പിൽ രക്തവും പുരണ്ടിട്ടുണ്ട്. അവൾക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ട് അങ്ങോട്ട് ചെന്ന് നോക്കാണ്. താഴെ ചെന്ന് നോക്കുമ്പോൾ അവളുടെ ഭർത്താവ് മരണപ്പെട്ട് അവിടെ കിടക്കുന്നു. ആ പന്നി കുത്തി കൊന്നതാണ്. ആ പന്നി മറ്റാരുമല്ല, അത് ആ ഒരു മന്ത്രവാദി അമ്മ തന്നെയാണ്. അന്നയ്ക്ക് ഇത് മനസ്സിലായിട്ട് അവൾ അവിടെ ഇരുന്ന് കരഞ്ഞു പോവാണ്. അവൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഭർത്താവായിരുന്നു. അത്രയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവന്. എന്നാൽ അവനെ നഷ്ടപ്പെട്ടു പോയി. ആകെ വിഷമിച്ച് കരഞ്ഞു പോവാണ് അവള്. വയറ്റിലൊരു കുട്ടിയുണ്ട്. അവൾക്ക് കുട്ടിക്ക് ജന്മം കൊടുക്കാനൊക്കെ സാധിക്കും കേട്ടോ. എന്തായാലും ഈ മരിച്ചുപോയ ഭർത്താവിനെ കൊണ്ടുപോയി അടക്കം ചെയ്യാണ്. ഇതിനുശേഷം എന്താ നാട്ടുകാരെല്ലാരും പറയുന്നത് ഇത് അന്നയുടെ ഇരണക്കേട് കൊണ്ട് സംഭവിച്ചതാണെന്നാണ്. അന്നയ്ക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ട് തന്നെ അവളെ കെട്ടിക്കൊണ്ടുവന്നതിന് ശേഷം ഭർത്താവ് മരണപ്പെട്ടു പോയെന്ന്. എന്നാൽ അമ്മായിയമ്മ മാത്രമേ ഉള്ളൂ അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അമ്മായിയമ്മ നല്ലൊരു മനുഷ്യത്തിയാണ്. അങ്ങനെയൊന്നും അല്ല മോളെ, ഇവരെല്ലാരും ചുമ്മാതെ പറയുന്നതാണ്, ഇതൊന്നും കേൾക്കണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും കുറച്ച് ദിവസങ്ങളിലൂടെ കടന്നു പോവാണ്. അന്നെ പ്രസവിക്കാറായിട്ടുണ്ട്. ഇന്ന് അവളുടെ പ്രസവമാണ്. അവള് വേദന കൊണ്ട് അങ്ങനെ കരഞ്ഞു വിളിക്കുകയാണ്. കുറെ നേരത്തെ പ്രസവ വേദനയ്ക്ക് ശേഷം അവള് പ്രസവിക്കാനായിട്ട് തുടങ്ങും. ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്. അതും പെൺകുട്ടിയാണ്. ഈ കുട്ടി ജനിച്ചതോടെ അവള് ചാടി എണീറ്റ് കുട്ടീനെ കൈ വാങ്ങിച്ചിട്ട് ജനലും ഡോറും എല്ലാം അടയ്ക്കും. കാരണം ആ മന്ത്രവാദി അമ്മ അറിയാൻ പാടില്ല അവള് പ്രസവിച്ചു എന്നുള്ള കാര്യം. അങ്ങനെ അറിയുകയാണെങ്കിൽ ഈ കുട്ടീനെ കൊല്ലാനായിട്ട് വന്നാലോ. അതുകൊണ്ടാണ് ജനലും വാതിലും എല്ലാം അടച്ചത്. ഇതെല്ലാം അടച്ചിട്ട് അന്ന് രാത്രി പോലും അവൾ ഉറങ്ങാതെ അങ്ങനെ ഇരിക്കുകയാണ്. കുട്ടീനെ ആ മന്ത്രവാദി അമ്മ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ അമ്മായി അമ്മയ്ക്ക് കാര്യം അറിയത്തില്ല. അവര് വന്നിട്ട് മോൾ ഉറങ്ങിക്കോ, ഞാൻ കുട്ടീനെ നോക്കാന്ന് പറഞ്ഞിട്ട് അന്നേനെ പറഞ്ഞു വിടും ഉറങ്ങാനായിട്ട്. അവൾ ഉറങ്ങാതെ 2-3 ദിവസം അങ്ങനെ ഇരുന്നു കുട്ടീനെ നോക്കിയിട്ട്. അതുകൊണ്ടാണ്. പിന്നെയും ദിവസങ്ങൾ കടന്നു പോകും. അന്നയാണെങ്കിൽ പുറത്തു പോയി ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യും. അമ്മായി അമ്മയാണ് വീട്ടിലിരുന്ന് കുട്ടീനെ നോക്കുന്നത്. അങ്ങനെ ഒരു ദിവസം അവൾ പുറത്തു പോയി ജോലിയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ അമ്മായി അമ്മേനെ വിളിച്ചിട്ട് കേൾക്കുന്നില്ല. അവൾ പതിയെ വീട്ടിന്റെ അകത്തോട്ട് കയറി വരികയാണ്. വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്, അമ്മായി അമ്മ മരണപ്പെട്ട് കിടക്കുന്നു. അവരാരോ കൊന്നതാണ്. അതുപോലെ തന്നെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. കുട്ടി തൊട്ടടുത്ത് തന്നെ ഉണ്ട്. കൂടെ തന്നെ മന്ത്രവാദി അമ്മയുണ്ട്. നിനക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലല്ലേ, മനുഷ്യരെ വിശ്വസിക്കാൻ പാടില്ല, മനുഷ്യരുടെ ജീവിതം തിരഞ്ഞെടുക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് നീ മനുഷ്യരെ പോലെ തന്നെ ജീവിക്കുന്നു. നിനക്ക് എന്തുമാത്രം കഴിവുണ്ടെന്ന് അറിയാമോ, നീ ഇങ്ങനെ ജീവിക്കേണ്ടവളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയുടെ കഴുത്ത് പിടിച്ച് ഒറ്റ ഉടക്കലാണ്. ആ കുട്ടിയുടെ വോക്കൽ കോഡ് നശിപ്പിച്ച് കളയുന്നുണ്ട്. ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന കുട്ടിയുടെ വോക്കൽ കോഡ് നശിച്ചു പോയത് കൊണ്ട് തന്നെ അതിന് കരയാനായിട്ട് കഴിയുന്നില്ല. അന്നയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യവും വിഷമവും പേടിയും എല്ലാം കൂടെ വന്നിട്ട് ആ കുട്ടിയുടെ അടുത്ത് ചെല്ലും. ആ മന്ത്രവാദി അമ്മ തൊട്ട് സൈഡിലോട്ട് മാറി നിൽപ്പുണ്ട്. കുട്ടീനെ കയ്യിലെടുക്കുകയാണ്. അതിന്റെ വോക്കൽ കോഡ് നശിച്ചു പോയിട്ടുണ്ട്. അന്നേനെ ചെയ്തതുപോലെ തന്നെ ആ ഒരു മന്ത്രവാദി അമ്മ ആ കുട്ടീനെയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നയ്ക്ക് ആ കുട്ടീനെ വെറുതെ വിടാനായിട്ട് കഴിയില്ല. അന്ന എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, ഇനിയിപ്പം ഈ കുട്ടീനെ ഈ മന്ത്രവാദി അമ്മ കൊന്നു കളഞ്ഞാലോ. അതുകൊണ്ട് തന്നെ ഇതിന് മരണം ഇല്ലാതാവണം. മരണം ഇല്ലാതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനെ ഒരു മന്ത്രവാദിയാകണം. അന്ന പുറത്തു പോയിട്ട് എന്തോ ഒരു മൃഗത്തിനെ വെട്ടിക്കൊന്നിട്ട് അതിന്റെ ചോര കുടിച്ചിട്ട് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് ആ കുട്ടിയെ എടുത്തിട്ട് ആ കുട്ടിയുടെ നെഞ്ചത്ത് നോക്കി തുപ്പാണ്. അതിന്റെ നെഞ്ചത്തും അത് കണക്കൊരു പാട് വരുന്നുണ്ട്. അതൊരു മന്ത്രവാദി ആവുകയാണ്. അതിനെന്തായാലും ഇനി മരണം വരില്ല, അത് മരിക്കില്ല. ഈ മന്ത്രവാദി അമ്മയ്ക്ക് അതിനെ കൊല്ലാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ മന്ത്രവാദി അമ്മ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അവൾ അവളുടെ സ്വന്തം കുട്ടീനെ തന്നെ ഒരു മന്ത്രവാദിയാക്കുമെന്ന്. അതിന്റെ ജീവിതം ഇനി കറക്റ്റായിട്ടൊന്നും പോകത്തില്ല. അന്ന അനുഭവിച്ചതുപോലെ തന്നെ അതും അനുഭവിക്കും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മന്ത്രവാദി അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാനായിട്ട് തുടങ്ങും. കുട്ടിക്ക് വേണ്ടി അവൾ എന്ത് ചെയ്യുമെന്ന് മനസ്സിലായി. നീ എന്ത് എളുപ്പമായിട്ടാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അന്നയ്ക്ക് ഒരുപാട് ദേഷ്യമാവും. അന്നയുടെ കുട്ടീനെയല്ലേ ഈ മന്ത്രവാദി അമ്മ ദ്രോഹിച്ചത്. പെട്ടെന്ന് തന്നെ ആ മന്ത്രവാദി അമ്മയുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ ശരീരം വലിച്ചു കീറിയിട്ട് അവരുടെ അവയവങ്ങളെല്ലാം പുറത്തോട്ട് വലിച്ചിടും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താ, അവർക്ക് ജീവിച്ചിരിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം അവയവങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പൊ മന്ത്രവാദി അമ്മേനെ വലിച്ചിട്ട് അവരുടെ ശരീരം എല്ലാം വലിച്ചു കീറി അവരുടെ അവയവങ്ങളെല്ലാം പുറത്തെടുത്ത് കളഞ്ഞ് അവരവിടെ വെച്ച് തന്നെ കൊന്നു കളയാണ്. അപ്പൊ ആ കുട്ടീനെ കൊല്ലാനായിട്ടും കഴിയും. അതുമല്ല കുട്ടിയുടെ നഖങ്ങളെല്ലാം നീണ്ടു വളർന്നിട്ടുണ്ട്. അതായത് അതൊരു മന്ത്രവാദി ആയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല അന്ന തെറ്റിദ്ധരിച്ചതാണ് ഒരു മന്ത്രവാദിയാണെങ്കിൽ അതിന് മരണമില്ലാന്ന്. കാരണം അന്നയുടെ അമ്മയായിട്ടുള്ള മന്ത്രവാദി അമ്മേനെ നാട്ടുകാരെ കൊല്ലാനായിട്ട് ശ്രമിച്ചപ്പോൾ നടന്നില്ലല്ലോ. അവരൊരു മന്ത്രവാദി ആയിട്ടല്ലേ മരണപ്പെടാഞ്ഞത്. എന്നാൽ ഇപ്പൊ അന്നയാണെങ്കിൽ മന്ത്രവാദി അമ്മേനെ ഉപദ്രവിച്ചപ്പോ അവരുടെ ശരീരത്തുള്ള അവയവങ്ങളെല്ലാം പുറത്ത് വലിച്ചിട്ടപ്പോ അവർ മരണപ്പെട്ടു പോയില്ലേ. ഇതാണ് സംഭവം. അന്ന ഈ മന്ത്രവാദിനെ കൊല്ലുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ പറയൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.